അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ജവഹർ നഗറിൽ പ്രവർത്തിക്കുന്ന സ്വരാജ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 20ാം വാർഷിക ആഘോഷവും കുടുംബസംഗമവും നടന്നു. പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചുവരുന്ന സ്വരാജ് പുരുഷ സ്വയം സഹായ സംഘം നാടിന് വെളിച്ചം പകരുന്നതാണെന്ന് വാർഷിക ആഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിള പറഞ്ഞു. ഇത്രയും കാലം അത് നിലനിൽക്കുന്നതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിശയോക്തിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന മികവായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. 20 വർഷം അവർ വെറുതെ പ്രവർത്തിക്കുകയായിരുന്നില്ല. അവരുടെ പരിസംഖ്യം വാങ്ങി അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന പ്രവൃത്തി മാത്രമായിരുന്നില്ല. ഞാൻ കൂടി ഉൾപ്പെട്ട പല കമ്മിറ്റികൾക്കും മീറ്റിങ്ങുകൾക്കും ഒക്കെ അവിടെയെല്ലാം സ്വരാജ് പുരുഷ സംഘത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഇടങ്ങൾ ഒട്ടേറെ എനിക്ക് കാണാൻ കഴിഞ്ഞു. സംഘം പ്രസിഡന്റ് ജി ബാലകൃഷ്ണൻ വാർഷിക യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. സംഘാംഗം ഗണേശൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സംഘം സെക്രട്ടറി എസ് സുഗതൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സംഘം രക്ഷാധികാരി പി അശോക് കുമാർ, മൊയ്തു അഞ്ചൽ, ഷാജഹാൻ കൊല്ലൂർ, ശ്യാം ദർശന, ബി ഷാജി, കെ ബാലചന്ദ്രൻ പിള്ള, ബാബുക്കുട്ടൻ നായർ, പഞ്ചായത്ത് അംഗം ജമീല ടീച്ചർ, ആർ ഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കേശവ് മെഡിക്കൽസിൽ പുതുതായി ആരംഭിച്ച പോളിക്ലിനിക്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെ ഓർത്തോപെഡിക്സ് ആൻഡ് ഡയബറ്റോളജിയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ 8281566342 എന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.